കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന അഹമ്മദ് സെമിനാറിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. ബഹുമാനപ്പെട്ട കല്ലായി സാഹിബ് നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹവുമായി വ്യക്തിപരമായി ബന്ധം വളരെ നന്നായി പുലർത്തിയിരുന്ന ഒരാളെന്ന നിലയ്ക്ക് കൂടി അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ അഹമ്മദ് സാഹിബിനെ കുറിച്ച് ഓർക്കാനുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളതൊന്ന് മാത്രമാണ്. ഏകദേശം അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം 8 വർഷങ്ങൾ പിന്നിടുകയാണ്. ഇപ്പോഴും ഇതുപോലെ അഹമ്മദ് സാഹിബിനെ ഓർമ്മിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സെമിനാർ നടക്കുന്നതിൻ്റെ ഒരു പ്രസക്തിയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അഹമ്മദ് സാഹിബ് ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്തുള്ള വളരെ അപൂർവം ചില പ്രതിഭകളിൽപ്പെട്ട ഒരാളാണ്. ആ അർത്ഥത്തിൽ അഹമ്മദ് സാഹിബിനെ വിലയിരുത്താൻ അഹമ്മദ് സാഹിബിൻ്റെ വിയോഗശേഷമുള്ള ഒരു അനുസ്മരണ പരിപാടികൾക്കും സാധിച്ചിട്ടില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അഹമ്മദ് സാഹിബ് സത്യത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു പ്രത്യേക സിദ്ധി ലഭിച്ച അപൂർവം ഒരു വ്യക്തിത്വമാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ചന്ദ്രയിൽ സേവനമനുഷ്ഠിച്ച് അവിടെ വെച്ച് പ്രവർത്തനം ആരംഭിച്ച് MSFൻ്റെ സ്ഥാപക ജനറൽ സെക്രട്ടറിയായി രംഗപ്രവേശനം ചെയ്ത് പടിപടിയായി ഉയർന്ന് ഹായിദമില്ലത്തിൻ്റെയും ബാഫക്കിത്തങ്ങളുടെയും ബുക്കോയത്തങ്ങളുടെയും പാണക്കാട് സാദാത്തുക്കളുടെയും ഒക്കെ അനുഗ്രഹവും പ്രീതിയും നേടിയെടുത്ത് സിദ്ദി സാഹിബിൻ്റെ അതുപോലെ CH മുഹമ്മദ് കോയയുടെയൊക്കെ ഒരു പിൻഗാമിയായി തിളങ്ങി നിൽക്കുന്ന അഹമ്മദ് സാഹിബ് സത്യത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു പങ്കാണ് പാർട്ടിയുടെ വളർച്ചയിൽ ചെലുത്തിയിട്ടുള്ളത്. ഈ അടുത്ത കാലത്ത് രാഹുൽ ഗാന്ധിയോട് ഒരു വിദേശത്ത് വെച്ച് പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ വർഗീയ സംഘടനയായ മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടെ MP ആയ ആളല്ലേ? രാഹുൽ ഗാന്ധി പറഞ്ഞു, നിങ്ങൾ മുസ്ലിം ലീഗിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ മുസ്ലിം ലീഗിനെ കുറിച്ച് പഠിച്ചാൽ ഈ ചോദ്യം നിങ്ങൾ പിൻവലിക്കും. മുസ്ലിം ലീഗിനെ കുറിച്ച് ഞാൻ പൂർണ്ണമായി പഠിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിൽ മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടെ MP ആയതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. അപ്പോൾ ഇന്ത്യയിലെ BJPക്കാർ പറഞ്ഞു, ജിന്നയുടെ പാർട്ടിയെ രാഹുൽ ഗാന്ധി പ്രശംസിച്ചിരിക്കുന്നു. അതിന് സത്യത്തിൽ AICCയുടെ രാഷ്ട്രീയ വക്താവാണ് മറുപടി പറഞ്ഞത്. അവരിങ്ങനെ കായികമില്ലത്തിൻ്റെ പാർട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് അവസാനം അവർ പറഞ്ഞത്, ഇന്ത്യയുടെ ചരിത്രത്തിൽ 10 തവണകളിലായി 26 സമ്മേളനങ്ങളിൽ ഐക്യരാഷ്ട്രസഭയുടെ 26 സമ്മേളനങ്ങളിൽ പങ്കെടുത്ത, അതും വാജ്പേയി പ്രധാനമന്ത്രിയായ സമയത്ത് പോലും പങ്കെടുത്ത അഹമ്മദിന്റെ പാർട്ടിയെയാണോ നിങ്ങൾ വിമർശിക്കുന്നത് എന്ന് AICC ചോദിച്ചു. അത് സത്യത്തിൽ മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിന് പ്രോജ്വലമായൊരു അധ്യായമാണ്. മുസ്ലിം ലീഗിനെ കുറിച്ചുള്ള എല്ലാ അപശബ്ദങ്ങളും അസ്തമിച്ചു പോകുന്ന ഒരു മറുപടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നൽകിയത്. ആ അർത്ഥത്തിൽ അഹമ്മദ് സാഹിബ് പുറത്ത് മുസ്ലിം ലീഗിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു. അപ്പോൾ ആ നിലക്കുള്ള അഹമ്മദ് സാഹിബിനെ ആ വലുപ്പത്തിനനുസരിച്ച് സമൂഹത്തിൻ്റെ മുമ്പിൽ പരിചയപ്പെടുത്തുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ അനുയായികളായി രാഷ്ട്രീയ രംഗത്ത് വന്ന ഞങ്ങൾക്ക് ചെയ്യാനുള്ള ധർമ്മം, കടമ. അതാണ് ഈ പ്രോഗ്രാമിലൂടെ ഞങ്ങൾ ഇവിടെ ആദ്യമായി നിർവഹിക്കുന്നത്. തീർച്ചയായും ഇവിടെ ചർച്ച ചെയ്യുന്നതും അങ്ങനെ ആഗോളമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. ഈ കാലത്ത് നമ്മൾ നേരിടേണ്ടുന്ന ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഇഷ്യൂനെയാണ് യഥാർത്ഥത്തിൽ ഈ സെമിനാർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ചോദിക്കാൻ ഒന്ന്, ഈ റൂറൽ ഡെവലപ്മെന്റ് ബോർഡ്, ആ ബോർഡിന്റെ ചെയർമാനായി അഹമ്മദ് സാഹിബ് വന്നപ്പോൾ സത്യത്തിൽ അദ്ദേഹത്തിന്റെ ഭാവനയിൽ നിന്നെടുത്തൊരു വലിയ പദ്ധതിയാണ് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കുക. അന്നൊരു ബിൽഡിംഗ് സംസ്കാരമൊന്നും സാർവത്രികമായ കാലമല്ല. ഇന്നിപ്പോൾ ഒരു ബിൽഡിംഗ് സംസ്കാരം ഉണ്ട് ഇവിടെ, അത് അന്നില്ല. ആ കാലത്ത് ഒരു പുതിയ ഐഡിയ, എല്ലാ പഞ്ചായത്തുകളിലും ഷോപ്പിംഗ് കോംപ്ലക്സ്, മുനിസിപ്പാലിറ്റികളിലും കണ്ണൂർ ഒരു പുതിയ അത് പിന്നെ എല്ലാവരും അനുകരിച്ചു. അപ്പൊ അതൊരു സാർവത്രികമായി മാറി. അന്ന് അഹമ്മദ് സാഹിബ് ചെയർമാനായപ്പോൾ സത്യത്തിൽ ഒരു സമാന്തര ഗവൺമെന്റ് ആണോ
റൂറൽ ഡെവലപ്മെൻറ്റ് ബോർഡ് എന്ന് പോലും ആളുകൾ സംശയിച്ചു പോയിട്ടുണ്ട്. ആ നിലക്കുള്ള ഒരു വലിയ സാർവത്രികമായ മുന്നേറ്റമായിരുന്നു. അതിനൊരു സ്വന്തമായി കുറച്ചും കൂടി ഇൻകം ഉണ്ടാക്കുക എന്നുള്ള ഒരു ഐഡിയ. അതുപോലെ ഇന്ത്യ മുന്നണി വരുന്നതിന് മുമ്പ് തന്നെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ അന്ന് ഒരു MP മാത്രമേ ഉള്ളൂ. അഹമ്മദ് സാഹിബ് വന്നപ്പോൾ ഒരു MP മാത്രമാണ്. ഇപ്പോൾ 3 പേരുണ്ട്, രാജ്യസഭയിലും 5 പേരുണ്ട്. അന്ന് ഒരാൾ മാത്രമുള്ള സമയത്താണ് മൻമോഹൻ സിംഗ് മന്ത്രിസഭയിലേക്ക് വരുന്നത്. അതൊരു അത്ഭുതമാണ്. അത്ര വലിയ അംഗീകാരം, ദേശീയ അംഗീകാരം നേടിയെടുക്കാൻ അഹമ്മദ് സാഹിബ് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനീ പറഞ്ഞ UNO-ല് 26 തവണ പങ്കെടുത്തതും അതൊക്കെ ഒരു പുതിയ അധ്യായം. അപ്പോൾ ആ നിലയ്ക്ക് അഹമ്മദ് സാഹിബ് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു വ്യക്തിത്വമാണ്. തീർച്ചയായും. അതോടൊപ്പം ചോദിക്കാനുള്ളത്, നിങ്ങൾ രണ്ടുപേരും പങ്കിടുന്ന മറ്റൊരു അനുഭവം എന്ന് പറയുന്നത് ചന്ദ്രികയാണ്. ഇപ്പോൾ ചന്ദ്രികയുടെ ഗവേണിംഗ് ബോഡി അംഗമാണ് സാർ. ചന്ദ്രികയുമായി ആദ്യഘട്ടം മുതൽ വലിയ രൂപത്തിൽ ബന്ധമുണ്ടായിരുന്നു, എല്ലാ തലത്തിലും ബന്ധമുണ്ടായിരുന്ന ഒരു നേതാവ് കൂടിയാണ് ഈ അഹമ്മദ് സാഹിബ്. ചന്ദ്രികയുമായുള്ള അദ്ദേഹത്തിന്റെ ഒരു അനുഭവ കാലത്ത് എങ്ങനെയാണ്? ചന്ദ്രിക സത്യത്തിൽ കേരളീയ മുസ്ലിം ലീഗുകൾക്ക് മറക്കാൻ പറ്റാത്തൊരു പത്രമാണ്. അറബി മലയാളമായിരുന്നു 90 വർഷം മുമ്പ് മുസ്ലിം ലീഗുകളുടെ മാധ്യമം. അവർ എഴുതുന്നത് വായിക്കുന്നത് അറബി മലയാളമാണ്. മലയാളം വായിക്കാൻ അറിയുന്ന ആളുകൾ പോലും വളരെ അപൂർവം. ആ സമയത്താണ് ഒരു മലയാള പ്രസിദ്ധീകരണം എന്ന നിലയ്ക്ക് ചന്ദ്രിക ആരംഭിക്കുന്നത്. അതൊരു അത്ഭുതമാണ്. അങ്ങനെ ആളുകളെ മലയാളം എഴുതാനും വായിക്കാനും പഠിപ്പിച്ച, കേരളത്തിൻ്റെ എല്ലാ സാംസ്കാരിക വളർച്ചയിലും പങ്കുവഹിച്ച, കേരളത്തിലെ ഒരു പ്രസ്ഥാനത്തിനും ചന്ദ്രികയെ തള്ളിപ്പറയാൻ കഴിയില്ല. ഇന്ന് ചന്ദ്രികയെ തള്ളിപ്പറയാൻ ചില ആൾക്കാരൊക്കെ രംഗത്ത് വരുന്നുണ്ട്. അവർക്ക് പോലും ഒരു പതിറ്റാണ്ട് മുമ്പ് കേരളത്തിൽ അവർക്ക് പോലും നിവർന്നു നിൽക്കാൻ നട്ടെല്ല് നൽകിയ പ്രസ്ഥാനം ചന്ദ്രികയാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ചന്ദ്രികയെ തള്ളിപ്പറയുന്ന ആളുകളെ പറ്റി മാതൃസ്ഥാനത്തിൻ്റെ മാധുര്യം മറന്നുപോയ നന്ദികെട്ട വർഗവഞ്ചകർ എന്ന് പറയേണ്ടി വരും. അപ്പോൾ സത്യത്തിൽ കേരളീയ മുസ്ലിം ലീഗുകളുടെ വിദ്യാഭ്യാസ, സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലുള്ള എല്ലാറ്റിൻ്റെയും പിന്നിൽ ഒരു ചാലകശക്തിയായി പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനമാണ് ചന്ദ്രിക. ചന്ദ്രികയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക എന്നത് ഒരു സമൂഹത്തിൻ്റെ ബാധ്യതയാണ്. ആ നിലക്ക് തന്നെ, ആ അർത്ഥത്തിൽ തന്നെ അഹമ്മദ് സാഹിബ് ചന്ദ്രികയെ സ്നേഹിക്കുകയും ചന്ദ്രികയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതത്തിലെ വലിയൊരു കാലഘട്ടം വിനിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയവും സാമൂഹികമായിട്ടുള്ള അതിൻ്റെ ഒരു റെലവൻസ്, അതിൻ്റെ എക്സിസ്റ്റൻസിൻ്റെ റെലവൻസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സാഹിബ് ഇതിനൊപ്പം നിൽക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോഴും നിങ്ങളടക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് അനുസൃതമായ ഒരു പ്രവാഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. നല്ല നേരങ്ങൾക്ക് നന്ദി.